നമസ്കാരം. ഞാൻ നിങ്ങളുടെ സ്വന്തം ശരവൺ മഹേശ്വർ. കൃഷ്ണശിലയായി എന്ന എൻ്റെ പരമ്പരയിലെ 270ാമത്തെ എപ്പിസോഡാണിത്. ഇന്ന് ഞാൻ നിങ്ങളോട് പറയുന്നത് പ്രശസ്ത സംവിധായകൻ ശ്രീ എസ് മണികണ്ഠനെ കുറിച്ചിട്ടാണ്. കുറേ ചിത്രങ്ങൾ അദ്ദേഹം സംവിധാനം ചെയ്യുകയുണ്ടായി, തമിഴിലും മറ്റും. അദ്ദേഹം ട്രിവാൻഡ്രത്ത് വരുമ്പോൾ എൻ്റെ വീട്ടിൽ വരികയും ഞങ്ങൾ തമ്മിൽ സംസാരിക്കുകയും ഒരു ദിനം ഞങ്ങളുടെ വീട്ടിൽ തങ്ങി അന്ന് സിനിമയെക്കുറിച്ചും ചിത്രങ്ങളുടെ മറ്റു വർക്കുകളെക്കുറിച്ചും ഒക്കെ അദ്ദേഹം സംസാരിക്കുകയുണ്ടായി. കാലം കഴിഞ്ഞ് അദ്ദേഹം ചെയ്യുന്ന ഒരു പ്രോജക്റ്റിൽ മദ്രാസിലെ AVM സ്റ്റുഡിയോയിൽ വെച്ച് അതിൻ്റെ സെറ്റിട്ടിരുന്നു. അതിനുശേഷം അവിടുന്ന് മാറി വേറെ സ്റ്റുഡിയോയിൽ വേറെ സെറ്റും അറേഞ്ച് ചെയ്തിരുന്നു. അങ്ങനെ ഒരു തമിഴ് ചിത്രത്തിൻ്റെ ചിത്രീകരണത്തിനിടയിൽ എന്നെ വിളിക്കുന്നു. ശരവൺ, അർജൻറ്റായി ചെന്നൈയിലെത്തണം, ഞാനൊരു ചിത്രം ചെയ്യുന്നു, അതിൻ്റെ ഷൂട്ടിംഗ് നടന്നുകൊണ്ടിരിക്കുകയാണ്, അതിൽ ശ്രദ്ധേയമായ ഒരു വേഷം ഞാൻ ശരവണിന് ഒരുക്കി വെച്ചിട്ടുണ്ട്, ഉടനെ തന്നെ വരൂ എന്ന് പറഞ്ഞ് എന്നെ ഫോൺ വിളിച്ച് പറയുകയാണ്. ഞാനങ്ങനെ ഇവിടെ നിന്നും ചെന്നൈക്ക് പോകുന്നു. ഞങ്ങൾ കാണുന്നു. ഷൂട്ടിങ്ങിൻ്റെ ചില രംഗങ്ങളൊക്കെ സ്റ്റുഡിയോയ്ക്കുള്ളിൽ കാണുന്നു. അന്ന് രാത്രി അവിടെ തന്നെ അറേഞ്ച് ചെയ്ത ഹോട്ടലിൽ ഞാൻ താമസിക്കുന്നു. അതിൽ തമിഴിലെ പ്രശസ്തയായ വരലക്ഷ്മിയൊക്കെ അഭിനയിക്കുന്നൊരു ചിത്രമാണത്. ശരിക്കും പറഞ്ഞാൽ ഒരു 100-150 പേർ ബൃഹത്തായ ലൈറ്റുകൾ അറേഞ്ച് ചെയ്ത് കണ്ടാൽ ഭയാനകമായി തോന്നുന്ന രീതിയിലുള്ള ലൈറ്റ് അറേഞ്ച്മെൻറ്റ്സ്. മലയാള സിനിമ ചെയ്യുന്നത് പോലെയല്ല, ഭയങ്കര വോയിസിൽ ഡയലോഗുകളെല്ലാം പറയണം. അങ്ങനെയൊക്കെയുള്ളൊരു അറ്റ്മോസ്ഫിയറിലാണ് ഞാൻ സ്റ്റുഡിയോ ഫ്ലോറിനുള്ളിൽ ചെല്ലുമ്പോൾ അവിടെ ഒരു കല്യാണ വിരുന്നിൻ്റെ സെറ്റും ശ്രീ മണികണ്ഠൻ അത് കൂടി നടന്ന് പലർക്കും നിർദ്ദേശങ്ങൾ കൊടുക്കുന്നതൊക്കെ ആയിട്ടുള്ള ഓർമ്മകൾ എൻ്റെ മനസ്സിൽ തങ്ങി നിൽക്കുകയാണ്. കാലം എന്തു പറയാൻ. അന്ന് രാത്രി ഷൂട്ടിംഗ് നടന്നുകൊണ്ടിരിക്കുമ്പോൾ ടെക്നീഷ്യന്മാരുടെ ഒരു സമരം വരുന്നു.